പ്രിയമുള്ളവരെ, വചനജ്വാല 1689 ദിവസം. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച. എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിലാപം ആരംഭിക്കുകയാണ്. വിലാപങ്ങൾ വളരെയേറെ കാലം ജെറമിയായുടെ പുസ്തകത്തിന്റെ ഭാഗമായി കരുതിപ്പോന്ന വിലാപങ്ങൾ ഇന്ന് ഒരു വ്യത്യസ്ത പുസ്തകമായി അംഗീകരിക്കപ്പെടുന്നുണ്ട്. ദേവാലയം നശിപ്പിക്കപ്പെടുകയും ബലിയർപ്പണം നിലയ്ക്കുകയും നേതാക്കന്മാർ നാട് കടത്തപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു ദൃക്സാക്ഷി രചിച്ച 5 വിലാപഗാനങ്ങളാണ് ഈ പുസ്തകത്തിലെ 5 അധ്യായങ്ങളായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 4 ഗാനങ്ങളിൽ ഹെബ്രായ അക്ഷരമാല ക്രമത്തിലാണ് ഖണ്ഡങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജെറൂസലേമിന്റെയും ദേവാലയത്തിന്റെയും നാശത്തിലും ജനതത്തിന്റെ ദുരിതത്തിലും അതിയായ ദുഃഖം പ്രകടിപ്പിക്കുന്നതോടൊപ്പം കർത്താവിന്റെ സ്നേഹത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഘോഷണം കൂടെയാണ് ഈ വിലാപങ്ങൾ. സംഭവിച്ചതെല്ലാം തങ്ങളുടെ അകൃത്യങ്ങൾ മൂലമാണെന്ന് ജനം ഏറ്റുപറയുകയും കർത്താവിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മണവാട്ടിയായ ഇസ്രായേൽ വീണ്ടും അവിടത്തേക്ക് സ്വീകാര്യയാകും. ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ ദൈവപ്രേരിതമായിരുന്നു എന്ന് വിലാപങ്ങൾ സമ്മതിക്കുന്നു. നമ്മൾ 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതിയായിരുന്നവൾ ഇന്നിതാ വിധവയെപ്പോലെ ആയിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്ത് കഴിയുന്നു. രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു. അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവരുടെ പ്രിയന്മാരിൽ ആരുമില്ല. അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു. അവർ അവളെ ശത്രുക്കളായി കരുതി. നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യൂദ നാടുകടത്തപ്പെട്ടു. വിശ്രമിക്കാനിടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു. അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി. സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല. അവരുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു. അവരുടെ പുരോഹിതന്മാർ നെടുവീർപ്പിടുന്നു. അവളുടെ തോഴിമാരെ വലിച്ചഴച്ചു കൊണ്ടുപോയി. അവൾ കഠിനയാതനയ്ക്കിരയായി. അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ കഠിനയാതനയ്ക്കിരയായി. ശത്രുക്കൾ അവളുടെ അധിപന്മാരായി. അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു. എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു. ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു.
അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെ പോലെയായി. അനുധാവനം ചെയ്യുന്നവരുടെ മുൻപിൽ അവൾ ദുർബലയായി പലായനം ചെയ്തു. പീഡനത്തിന്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറൂസലേം പണ്ട് മുതലേ തന്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു. അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു. ജെറൂസലേം കഠിനമായി പാപം ചെയ്തു. അങ്ങനെ അവൾ മലിനയായി. അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കർത്താവേ, എന്റെ പീഡനം അവിടുന്ന് കാണണമേ. എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു. ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിന്മേലെല്ലാം കൈവച്ചിരിക്കുന്നു. അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് അങ്ങ് കൽപ്പിക്കുന്ന ജനതകൾ തന്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു. അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവീർപ്പിടുന്നു. തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു. കർത്താവെ, കടാക്ഷിക്കണമേ, ഞാൻ നിന്ദനമേൽക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഫ്രാൻസിൽ അമറ്റസ് എന്ന സ്ഥലത്ത് ജനനം. 15 മക്കളിൽ മൂത്തവൻ. വൈദിക സഹോദരരോടൊപ്പം താമസിക്കുകയും ഒരു സന്യാസ സഭയിൽ ചേർന്നെങ്കിലും ആ സഭയുടെ ചട്ടക്കൂടിൽ ജീവിക്കാൻ സാധിക്കാതെ തിരികെ പോന്നു. തുടർന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭിക്ഷുക്കളോടൊപ്പം കഴിഞ്ഞു. കുറെ കാലം റോമായിലും കഴിച്ചുകൂട്ടി. 1783 ഒരു വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കെ ദിവ്യസന്നിധിയിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.